ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ രുചികരമായ പെപ്പർ ചിക്കൻ കറി തയ്യാറാക്കാം. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ചോറിനൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. 2 വലിയ സവോള സ്ലൈസായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇത് തയ്യാറാക്കാനായി ഒരു പാത്രം വയ്ക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുമ്പോൾ സവോള അരിഞ്ഞതും കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് വാടി ഗോൾഡൻ ബ്രൗൺ നിറത്തിലാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടു വരണം, അതുവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ 2 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ തുറക്കാം. എല്ലാം നന്നായി വെന്ത് ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.